ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ടും കേരള ചരിത്രവുമായി എല്ലാം ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. കേരള PSC ബുള്ളറ്റിൻ പുറത്തുവിട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിൽ വിസ്തീർണാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ വിസ്തീർണാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി, മധ്യപ്രദേശ്. ഇന്ത്യയിൽ വിസ്തീർണാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അടുത്തത്: ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന തീയതി ഏത്? ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന തീയതി. ആൻസർ ഓപ്ഷൻ ഡി, ഏപ്രിൽ 1. ഏപ്രിൽ 1 തീയതിയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. അടുത്തത്: താഴെ പറയുന്നവൽ ഏത് ഭാഷയാണ് പേർഷ്യൻ ലിപി ഉപയോഗിച്ച് എഴുതുന്നത്? താഴെ പറയുന്നവൽ ഏത് ഭാഷയാണ് പേർഷ്യൻ ലിപി ഉപയോഗിച്ച് എഴുതുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഉറുദു. ഉറുദു ഭാഷയാണ് ഈ താഴെ പറയുന്ന തന്നിട്ടുള്ളവയിൽ പേർഷ്യൻ ഭാഷ ഉപയോഗിച്ച് എഴുതാവുന്നത്. അടുത്തത്: ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്താൻ കുടുംബക്കാർ എന്നു പാടിയത് ആര്? ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്താൻ കുടുംബക്കാർ എന്ന് പാടിയത്. ആൻസർ ഓപ്ഷൻ ബി, വള്ളത്തോൾ. വള്ളത്തോളാണ് ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്താൻ കുടുംബക്കാർ എന്ന് പാടിയത്. അടുത്തത്: 1917 സമസ്ത കേരള സഹോദര സംഘം സ്ഥാപിച്ചതാര്? 1917 സമസ്ത കേരള സഹോദര സംഘം സ്ഥാപിച്ചത്. ആൻസർ ഓപ്ഷൻ സി, കെ അയ്യപ്പൻ. കെ അയ്യപ്പനാണ് 1917 സമസ്ത കേരള സഹോദര സംഘം സ്ഥാപിച്ചത്. അടുത്തത്: കേരള നിയമസഭയിൽ അംഗമായ ആദ്യ മുൻ IAS ഓഫീസർ ആര്? കേരള നിയമസഭയിൽ അംഗമായ ആദ്യത്തെ മുൻ IAS ഓഫീസർ. ആൻസർ ഓപ്ഷൻ സി, അൽഫോൻസ് കണ്ണന്താനം. അൽഫോൻസ് കണ്ണന്താനമാണ് കേരള നിയമസഭയിൽ അംഗമായ ആദ്യത്തെ മുൻ IAS ഓഫീസർ. അടുത്തത്: ഏത് രാജ്യത്ത് പ്രചാരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് അക്യുപഞ്ചർ? ഏത് രാജ്യത്ത് പ്രചാരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് അക്യുപഞ്ചർ? ആൻസർ ഓപ്ഷൻ എ, ചൈന. ചൈനയിലാണ് അക്യുപഞ്ചർ പ്രചാരത്തിലുള്ളത്. അടുത്തത്: ഏത് അവാർഡാണ് അക്കാദമി അവാർഡ് എന്ന പേരിലും അറിയപ്പെടുന്നത്? ഏത് അവാർഡാണ് അക്കാദമി അവാർഡ് എന്ന പേരിലും അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, ഓസ്കാർ. ഓസ്കാർ അവാർഡാണ് അക്കാദമി അവാർഡ് എന്ന പേരിലും അറിയപ്പെടുന്നത്. അടുത്തത്: കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ മലയാളി ആര്? കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളി. ആൻസർ ഓപ്ഷൻ സി, ഡോക്ടർ ജോൺ മത്തായി. ഡോക്ടർ ജോൺ മത്തായിയാണ് കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളി. അടുത്തത്: അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത ആര്? അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത. ആൻസർ ഓപ്ഷൻ എ, ഏലമ്മ. ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത. അടുത്തത്: ഏത് വിഭാഗത്തിലെ നൊബേൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത്? ഏത് വിഭാഗത്തിലെ നൊബേൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രം വിഭാഗത്തിലെ നൊബേൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത്. അടുത്തത്: മാനവ് അധികാർ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമാണ്? മാനവ് അധികാർ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമാണ്? ആൻസർ ഓപ്ഷൻ സി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മാനവ അധികാർ ഭവൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനമാണ്. അടുത്തത്: ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് 1963 നവംബർ 21 എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് 1963 നവംബർ 21 എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ആൻസർ ഓപ്ഷൻ സി, തുമ്പ. തുമ്പയിൽ നിന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് 1963 നവംബർ 21 വിക്ഷേപിച്ചത്. അടുത്തത്: ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം. ആൻസർ ഓപ്ഷൻ എ, ജലഗതാഗതം. ഇന്ത്യയിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. അടുത്തത്: ഏത് രാജ്യക്കാരാണ് പുരുഷന്മാരുടെ പേരിനു മുന്നിൽ യു എന്ന വാക്ക് ചേർക്കുന്നത്? ഏതു രാജ്യക്കാരാണ് പുരുഷന്മാരുടെ പേരിന് മുന്നിൽ യു എന്ന വാക്ക് ചേർക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, മ്യാൻമാർ. മ്യാൻമാർ രാജ്യക്കാരാണ് പുരുഷന്മാരുടെ പേരിന് മുന്നിൽ യു എന്ന വാക്ക് ചേർക്കുന്നത്. അടുത്തത്: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ആൻസർ ഓപ്ഷൻ സി, ഗംഗ. ഗംഗാ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്തത്: ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശി ആര്? ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശി.
ആൻസർ ഓപ്ഷൻ ബി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശി. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം. ആൻസർ ഓപ്ഷൻ സി കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരമാണ് കൊൽക്കത്ത. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കവാടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കവാടം. ആൻസർ ഓപ്ഷൻ ബി ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കവാടം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് കൻഹ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്ത്? ആൻസർ ഓപ്ഷൻ എ മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഫോൾക്കറ്റിംഗ് ഏത് രാജ്യത്തെ പാർലമെൻറ്റാണ്? ഫോൾക്കറ്റിംഗ് ഏത് രാജ്യത്തെ പാർലമെൻറ്റാണ്? ആൻസർ ഓപ്ഷൻ ഡി ഡെൻമാർക്ക്. ഡെൻമാർക്കിൻ്റെ പാർലമെൻറ്റിൻ്റെ പേരാണ് ഫോൾക്കറ്റിംഗ്. അടുത്തത് ജപ്പാൻ്റെ തലസ്ഥാനം ഏത്? ജപ്പാൻ്റെ തലസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി ടോക്കിയോ. ടോക്കിയോ ആണ് ജപ്പാൻ്റെ തലസ്ഥാനമായി വരുന്നത്. അടുത്തത് ബറോഡയുടെ പുതിയ പേരെന്ത്? ബറോഡയുടെ പുതിയ പേര്. ആൻസർ ഓപ്ഷൻ ഡി വഡോദര. ബറോഡയുടെ പുതിയ പേരാണ് വഡോദര. അടുത്തത് യൂറോപ്പിൻ്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? യൂറോപ്പിൻ്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം. ആൻസർ ഓപ്ഷൻ സി ബെൽജിയം. യൂറോപ്പിൻ്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ബെൽജിയം. അടുത്തത് കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം ഏത്? കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം. ആൻസർ ഓപ്ഷൻ ഡി 1956. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം 1956. അടുത്തത് കേരളത്തിലെ ജില്ലകൾ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത്? കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി പാലക്കാട്. പാലക്കാടാണ് കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തത് ഇരവികുളം വന്യജീവി സങ്കേതം നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? ഇരവികുളം വന്യജീവി സങ്കേതം നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ആൻസർ ഓപ്ഷൻ ബി 1978. 1978 ഇരവികുളം വന്യജീവി സങ്കേതം നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത്. അടുത്തത് കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന വർഷം ഏത്? കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന വർഷം. ആൻസർ ഓപ്ഷൻ എ 1968. 1968 കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്നത്. അടുത്തത് മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. അടുത്തത് ത്രിഫലയിൽ പെടാത്തത് ഏത്? ത്രിഫലയിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ചുക്ക്. ത്രിഫലയിൽ പെടാത്തത് ചുക്കാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ലോകവുമായി ബന്ധപ്പെട്ടും GK ക്വസ്റ്റ്യൻസ് ആണ്. 30 ക്വസ്റ്റ്യൻസാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ടുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.